ഇന്ത്യൻ കാർ ഇൻഡസ്ട്രിയിൽ ഒരു കാറിനെ സക്സസ്ഫുൾ ആക്കി മാറ്റണമെങ്കിൽ വളരെയധികം കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. ലോകത്തിലുള്ള മറ്റു മാർക്കറ്റുകൾ പോലെയല്ല ഇന്ത്യൻ മാർക്കറ്റ്. എന്നാൽ മാരുതി സുസുക്കി മാത്രമാണ് അതിൽ വേറിട്ട് നിൽക്കുന്നത്. അവർ ഇന്ത്യയിൽ ഇറക്കിയ ഏകദേശം കാറുകളെല്ലാം സക്സസ്ഫുൾ ആണ്. ഇൻഫാക്ട് അവരുടെ കുറഞ്ഞ സെയിൽസ് വോളിയമുള്ള കാറുകളുടെ നമ്പേഴ്സിന്റെ അത്രയുമാണ് മറ്റു ബ്രാൻഡുകളുടെ ഹയസ്റ്റ് സെയിൽസ് വോളിയം നമ്പേഴ്സിന് ഈക്വൽ ആകുന്നത്. അത്രമാത്രം ഇന്ത്യക്കാരുടെ ഇടയിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു ബ്രാൻഡാണ് മാരുതി സുസുക്കി. മാരുതി സുസുക്കി എന്ന ബ്രാൻഡ് വാല്യൂവും ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ വലുതാണ്. എന്നാൽ മാരുതി സുസുക്കിയുടെ ഒരു പ്രോഡക്റ്റ് മാത്രം ഇന്ത്യൻ മാർക്കറ്റിൽ സെയിൽസ് വോളിയത്തിൽ ക്രാഷ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എളുപ്പമല്ലാത്ത ഒരു കാര്യമായിരിക്കും. മാരുതി സുസുക്കി ജിപ്സി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വിടവാങ്ങിയ സമയം തൊട്ട് തന്നെ ജിപ്സിയുടെ അടുത്ത അപ്ഡേറ്റിനു വേണ്ടി ഇന്ത്യക്കാർ പ്രതീക്ഷിച്ചിരുന്നു. ജിംനി എന്ന മോഡലിന്റെ 4th ജനറേഷനെ 2018 ജപ്പാനിൽ 3 ഡോർ വെർഷനായിട്ട് അവതരിപ്പിച്ച സമയം തൊട്ടു തന്നെ ഇന്ത്യൻ വാഹന പ്രേമികളുടെ ഇടയിൽ റൂമറുകൾ വന്നു തുടങ്ങിയിരുന്നു. ശേഷം 2023 ജൂലൈയിലായിരുന്നു ഇന്ത്യൻ മണ്ണിൽ ജിംനിയെ ലോഞ്ച് ചെയ്തത്. മഹീന്ദ്ര താർ, ഫോഴ്സ് ഗൂർഖ പോലുള്ള കാറുകൾ ഉണ്ടായിരുന്നാലും അത്രമാത്രം റിഫൈൻഡ് ആയിരുന്നില്ല ജിപ്സി എന്ന വാഹനത്തെ വച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ ഈ കാരണം കൊണ്ട് തന്നെ 4x4 കാപ്പബിലിറ്റിയോടെ ജിപ്സി എന്ന ഇതിഹാസ വാഹനത്തെ പലരും ഇഷ്ടപ്പെട്ടിരുന്നു. ജിപ്സി എന്ന വാഹനത്തെ ഉപയോഗിച്ചിരുന്നവർ അതിനെ വിൽക്കാൻ തന്നെ മടിച്ചിരുന്നു. ജിംനി എന്ന വാഹനത്തെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പലരും കരുതിയിരുന്നത് ജിപ്സി എന്ന ഇതിഹാസ വാഹനത്തിനു പകരക്കാരനായി ഇന്ത്യയിൽ ജിംനിയെ മാരുതി സുസുക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നായിരുന്നു. 2023 ജൂൺ 7 മാരുതി സുസുക്കി ജിംനിയെ റിവീൽ ചെയ്തു. മാരുതി സുസുക്കി ജിംനിയെ റിവീൽ ചെയ്ത് അത് ലോഞ്ച് ചെയ്യുന്ന സമയത്തിനുള്ളിൽ തന്നെ 30,000-നും അധികം ബുക്കിംഗ്സും മാരുതി സുസുക്കി ജിംനിക്ക് വന്നു ചേർന്നു. ഇതിന്റെ മുഖ്യമായ കാരണം മുന്നേ പറഞ്ഞതുപോലെ മാരുതി സുസുക്കി ജിപ്സിക്ക് പകരക്കാരനായി ജിംനി വരുന്നു. മാത്രമല്ല മാരുതി സുസുക്കിയിൽ നിന്നും ഒരു കാറ് വരുന്നത് കൊണ്ട് തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഓഫ് റോഡർ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തി എന്ന് പലരും ധരിച്ചു. എന്നാൽ അതൊരു ഓവർ എക്സ്പെക്ടേഷൻ ആയിരുന്നു. പലരും അന്ന് കരുതിയിരുന്നത് തന്നെ 10 ലക്ഷം രൂപയിലും കുറവായ വിലയിൽ ഒരു 4x4 കാറിന് ഇന്ത്യൻ മാർക്കറ്റിൽ മാരുതി സുസുക്കി എത്തിച്ചു എന്നായിരുന്നു. പലരും അതിനെ മാരുതി സുസുക്കിയെ കൊണ്ട് മാത്രം കഴിയുന്നൊരു കാര്യമായിട്ടും പ്രഖ്യാപിച്ചു. ഇൻഫാക്ട് മഹീന്ദ്ര താർ പോലും ആ സമയത്ത് മാരുതി ജിംനി ഇന്ത്യൻ മാർക്കറ്റിൽ ഓഫ് റോഡറായി അഫോർഡബിൾ സെഗ്മെന്റിൽ എത്തുന്നു എന്ന് കരുതി, അല്ലെങ്കിൽ ഭയന്ന് മഹീന്ദ്രയുടെ 1.5 ലിറ്റർ എഞ്ചിനോടെ 9.99 ലാക്സിന് മഹീന്ദ്ര താറിന്റെ ഒരു പുതിയ വേരിയന്റിനെയും ലോഞ്ച് ചെയ്തു. എന്നാൽ മാരുതി സുസുക്കി ജിംനിയുടെ പ്രൈസ് റിവീൽ ചെയ്യുമ്പോൾ ഏകദേശം 13 ലക്ഷം രൂപയായിരുന്നു എക്സ് ഷോറൂം പ്രൈസ്. അതും ജിംനിയുടെ സ്റ്റാർട്ടിംഗ് വേരിയന്റിന്. ഓൺ റോഡ് പ്രൈസ് 15 ലക്ഷം രൂപയ്ക്കും മുകളിലായിരുന്നു സ്റ്റാർട്ടിംഗ് വേരിയന്റിന് മാത്രം. അത് പലരിലും ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള പ്രൈസിംഗ് ആയിരുന്നു. പലരും പ്രൈസ് റിവീൽ ചെയ്ത ദിവസം തന്നെ ബുക്കിംഗും ക്യാൻസൽ ചെയ്തിരുന്നു. എന്നാൽ ഓൺ സെറ്റ് ഓഫ് പീപ്പിൾസ് ഈ വാഹനത്തിന്റെ പോപ്പുലാരിറ്റിയും ഈ വാഹനത്തോട് ചിലർക്കുള്ള ഡിമാൻഡ് കാരണവും പർച്ചേസ് ചെയ്തിരുന്നു. പർച്ചേസ് ചെയ്തതിനു ശേഷമാണ് പലരും മുഖ്യമായ പ്രശ്നം മനസ്സിലാക്കിയത്. ഈ വാഹനത്തിന്റെ റിയൽ റോഡ് പ്രസൻസ് 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു കാറിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലായിരുന്നില്ല. ആ ഒരു കാരണത്തിൽ തന്നെ ജിംനി വളരെയധികം ഫെയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. മഹീന്ദ്ര താറിനടുത്തായി ജിംനിയെ നിർത്തുമ്പോൾ പലർക്കും ജിംനി ഒരു ടോയ് കാർ പോലെയാണ് തോന്നുന്നത്. പലരും വിഷ്വൽസിലും വീഡിയോസിലുമാണ് ഈ കാറിനെ അന്ന് കണ്ടിരുന്നത്, പിന്നെ മാരുതിയുടെ ബ്രൗഷേഴ്സിലും. അങ്ങനെ വിഷ്വൽസും ബ്രൗഷേഴ്സും നോക്കി ബുക്ക് ചെയ്തവർ ഈ വാഹനത്തെ നേരിൽ കണ്ടപ്പോൾ ഷോക്കിംഗ് ആയി. വിഷ്വൽസിലൂടെ മാത്രം വാഹനങ്ങളെ ബുക്ക് ചെയ്യുന്നവർക്ക് ബുക്ക് ചെയ്ത വാഹനത്തെ നേരിൽ കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്നുള്ളതിന് ഒരു എക്സാമ്പിളായി ജിംനിയുടെ കാര്യം തന്നെ എടുക്കാം. അതായത് വിഷ്വല് കണ്ട് മാത്രം ഒരു കാറിനെ ഡ്രീം കാറാക്കി മാറ്റരുത് എന്നാണ് ഇതിനർത്ഥം. ഓരോ മാസങ്ങളിലും ഈ വാഹനത്തിന്റെ സെയില് കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ജനുവരി മാസത്തിൽ മാത്രം വിറ്റിരിക്കുന്നത് 163 കാറുകളാണ്. ഇന്ത്യയിലെ മാരുതി സുസുക്കിയുടെ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്കില് ഓരോ ഷോറൂമിൽ നിന്ന് ഓരോ ജിംനി എന്ന കണക്കെടുത്താൽ കൂടി ഇതിനേക്കാൾ വളരെയധികം കൂടുതലായിരിക്കും. വളരെയധികം എക്സിസ്റ്റിംഗ് സ്റ്റോക്കും കുമിഞ്ഞു കിടക്കുന്നുണ്ട് പല ഷോറൂമുകളിലും. മാരുതി സുസുക്കി ജിംനി ഏകദേശം 2 ലക്ഷം രൂപ വരെ ഡിസ്കൗണ്ടും ഈ വാഹനത്തിന് നൽകുന്നുണ്ട് മാരുതി സുസുക്കി. എന്നിട്ട് കൂടി ഈ വാഹനത്തിന്റെ സെയിൽസിൽ ഏതൊരു വിധത്തിലുള്ള മുന്നേറ്റവും ഇല്ല. മാരുതി സുസുക്കി ഇന്ത്യയിൽ തങ്ങളെ ഒരു പ്രീമിയം ബ്രാൻഡായിട്ട് കാണിക്കുന്നതിനു വേണ്ടി നെക്സ എന്ന പ്രീമിയം ഔട്ട്ലെറ്റിലൂടെയാണ് ജിംനിയെയും വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അഫോർഡബിൾ ഓഫ് റോഡർ കാറ്റഗറിയിൽ മാരുതി ജിംനിയെ വിറ്റിരുന്നു എങ്കിൽ ഈ വാഹനത്തിന്റെ സെയിൽസ് വളരെയധികം ഹിറ്റായേനെ. ഒരു പരിധിവരെ മാരുതി സുസുക്കിയിൽ നിന്നും ഒരു വാഹനം വരുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് എന്നൊരു കോൺസെപ്റ്റ് ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ
ഇന്ത്യയിലുണ്ട്. അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ മാരുതി സുസുക്കിക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, ഇന്ത്യൻ മാർക്കറ്റില് ജിംനിക്കുള്ള ഹൈപ്പും വളരെ കൂടുതലായിരുന്നു. ഇന്ത്യയിലെ സാധാരണക്കാർക്ക് കൂടി അഫോർഡബിൾ സെഗ്മെന്റില് ഒരു ഓഫ് റോഡർ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ വാഹനം മാരുതി ചിന്തിക്കുന്നതിനും അപ്പുറമായി ഹിറ്റായേനെ. സാധാരണയായി ഒരു വാഹനം ലോഞ്ച് ചെയ്തതിനു ശേഷം ആ വാഹനത്തിന്റെ വില നാൾക്കുനാൾ കൂടാറാണ് പതിവ്. എന്നാൽ ജിംനിയെ സംബന്ധിച്ചിടത്തോളം അത് നാൾക്കുനാൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റിനെ പലരും പർച്ചേസ് ചെയ്യാൻ മടിക്കും. മാരുതി സുസുക്കി ജിംനിയെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായും കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.